ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊരു സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ഈ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊള്ളി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതുമായി കുറച്ച് ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വേവിച്ച് അത് പിച്ചി ചീന്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയും കൂടി എടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാളയും കറിവേപ്പിലയും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഈ ചാനൽ കാണുന്നവരുടെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി ഉള്ളിയൊക്കെ ഒന്ന് പകുതി വാടി വന്നാൽ ഒരുപാട് മൊരിഞ്ഞൊന്നും പോകണ്ട. പകുതി വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മീറ്റ് മസാലയാണ് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് ആ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കൊള്ളി ഒന്ന് ഉടച്ചെടുക്കണം. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വേവിച്ചിട്ട് നന്നായിട്ട് പിച്ചി ചീന്തി എടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉടച്ച് വെച്ചിട്ടുള്ള കൊള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് ഉപ്പ് പോരങ്ങി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. അത് ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറുമ്പോൾ അതൊന്ന് ഉരുട്ടി ബോളാക്കി പിടിച്ചെടുക്കുക. ഇനി കുറച്ച് കോൺഫ്ലവർ, അതായത് ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് റസ്ക് പൊടിച്ചതാണ്, അതും എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ കോൺഫ്ലവറും വെള്ളത്തിലേക്ക് ഒന്ന് മുക്കി ഈ ബ്രെഡ് ക്രംസിൽ ഒന്ന് ഉരുട്ടി മാറ്റി വയ്ക്കുക. ഇനി നമുക്കിത് വറുത്തെടുക്കണം. വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത് ഇട്ട് 2 സൈഡും ഒന്ന് മൊരിച്ച് എടുക്കാം. അത്രയുള്ള വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്നാക്സാണ് കപ്പ മീറ്റ് ബോള്. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ.